യെസ്, വടകരയിൽ രമയേക്കാളേറെ ഈ ചിഹ്നമാറ്റം കൂടുതൽ തലവേദനയായിരിക്കുന്നത് AK ശശീന്ദ്രനാണ്. എലത്തൂർ മണ്ഡലത്തിൽ മൂന്നാമതും ജനവിധി തേടുന്ന മന്ത്രി AK ശശീന്ദ്രൻ ഇത്തവണ ഒരു വലിയ പ്രതിസന്ധിയാണുള്ളത്. എല്ലാ തവണയും അദ്ദേഹം മത്സരിക്കാറുള്ള ക്ലോക്ക് ചിഹ്നം ഇത്തവണ ലഭിച്ചത് അദ്ദേഹത്തിന്റെ അപ്പരനായി മത്സരിക്കുന്ന PK ശശീന്ദ്രനാണ്. എന്നാൽ ഇതൊന്നും ഒരു പ്രതിസന്ധിയല്ലെന്നും കാഹളം മുഴക്കുന്ന മനുഷ്യൻ എന്ന തന്റെ പുതിയ ചിഹ്നം വോട്ടർമാർക്ക് സുപരിചിതമായി കഴിഞ്ഞെന്നും മന്ത്രി മീഡിയ വണ്ണിനോട് പറഞ്ഞു. ക്ലോക്കിന് വേണ്ടി ശ്രമിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് അനുവദിച്ച ചിഹ്നമല്ലേ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ കാഹളം മുഴക്കുന്ന മനുഷ്യൻ്റെ ചിഹ്നം തന്നെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ പാർട്ടിയെ ഭിന്നിപ്പിച്ച് മഹാരാഷ്ട്രയിൽ ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി BJP നടത്തിയ നാണംകെട്ടൊരു കളിയുടെ ഭാഗമായി സംഭവിച്ചിട്ടുള്ളത്. AK ശശീന്ദ്രൻ ക്ലോക്ക് എന്നായിരുന്നു ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇപ്പോൾ ക്ലോക്ക് തരുമ്പോൾ PK ശശീന്ദ്രനാണ്. അത് ആളുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുള്ളൂ. ഒരു അപരൻ്റെ ഒരു അല്ല, അപരനായിട്ടാണോ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടാണോ എന്ന് ആദ്യം അദ്ദേഹം വ്യക്തമാക്കേണ്ടത്. BJPയുമായി ചേർന്ന് കേന്ദ്രത്തിലും കേരളത്തിലും മഹാരാഷ്ട്രയിലും ഭരണം പങ്കുവെക്കുന്ന അജിത് പവാറിൻ്റെ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ NCP ആയി അംഗീകരിച്ചിട്ടുള്ളത്. ആ പാർട്ടിയിലെ ഒരംഗമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ അവരുമായി സഹകരിക്കുന്നവരാണെന്ന് രാഷ്ട്രീയ അവരാലോചിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ആലോചിക്കുന്നത്. ഇപ്പം ഈ കാഹളം മുഴക്കുന്ന മനുഷ്യൻ, അതാണ് നമ്മുടെ ചിഹ്നം. അത് ഈ ആളുകൾക്ക് പറഞ്ഞ് എടുക്കുന്ന അതൊക്കെ വളരെ സുഗമമായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ല, അത് തന്നെ ഒരു പ്രചരണമാണ്. ഞങ്ങളുടെ ചിഹ്നം മാറി എന്നത് തന്നെ ഒരു പ്രചരണമാണ്. മനസ്സിലായില്ല? അപ്പോൾ ആളുകൾക്ക് നേരത്തെ ഇവിടെ ചിഹ്നം അല്ലല്ലോ, മാറി എന്ന് പറയുന്നത് കേട്ടല്ലോ, അതേതാണെന്ന് ചോദിക്കും വോട്ടർ. ഈ തെരഞ്ഞെടുപ്പ് ഈ കൺവെൻഷനിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ആദ്യത്തെ കൊടി, ഈ കൊടിയിലും ക്ലോക്ക് ചിഹ്നം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ തുടക്കത്തിലൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇപ്പോൾ മാറ്റാൻ അങ്ങനെ ഒരു കൊടി ഇപ്പം നമ്മുടെ മണ്ഡലത്തിൽ ഇല്ലല്ലോ. ഈ പറയുന്ന ക്ലോക്ക് ചിഹ്നമുള്ളൊരു കൊടി ഞങ്ങളുടെ മണ്ഡലത്തിലില്ല. ഇനി ഈ സ്ഥാനാർത്ഥി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. അദ്ദേഹം ഇനി കൊടി കെട്ടുവോ എല്ലാം പ്രചരണം നടത്തുവോ? പക്ഷെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് എങ്ങനെ ഇത് വന്നു എന്ന് അന്വേഷിക്കണം. ഒരു പാർട്ടിയുടെ ഘടകമില്ലാത്തൊരു പ്രദേശത്ത് പാർട്ടി സ്ഥാനാർത്ഥി വന്നു. അപ്പോൾ അത് അവരെ വ്യക്തമുണ്ട്. ഈ പറയുന്നയാൾ പാർട്ടി സ്ഥാനാർത്ഥിയാണോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ? ആരാ?